അധികാരത്തിൽ വരുന്ന നിമിഷത്തിൽ അറബിക്കടലിൽ വലിച്ചെറിയുന്നവർ ഈ PM ശ്രീ എന്താ അറബിക്കടലിൽ വറ്റിപ്പോയോ? KM ഷാജിയോട് ചോദിക്കാനുള്ളതാണ്. ഇന്നിപ്പോൾ അവരതിനെ ന്യായീകരിക്കുകയാണ്. NCERT പാഠപുസ്തകം തന്നെ കൊടുക്കണമെന്നില്ല, SCERT കൊടുത്താലും മതി. NCERT പാഠപുസ്തകമല്ല വരാൻ വേണ്ടി പോകുന്നത്, സിലബസ് ഇങ്ങോട്ടേക്ക് അയച്ചു തരും. അത് SCERT അടിച്ചു കൊടുത്താൽ മതി. ഒരു ഫോട്ടോസ്റ്റാറ്റ് ഏജൻസിയാക്കി SCERTയെ മാറ്റുന്നു. അതാരാ കാർഡിറക്കുന്നത്? മറ്റൊരു മുഖ്യധാരാ മാധ്യമമാണ് കാർഡിറക്കിയത്. NCERT പാഠപുസ്തകം വേണ്ട, SCERT പാഠപുസ്തകം തന്നെ കൊടുത്താൽ മതി. PM ശ്രീ നടപ്പിലാക്കുന്നതിൽ പ്രശ്നമില്ല. NCERT പാഠപുസ്തകം തരുവാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും ചിലവ് കുറച്ച് ഇത് പൂട്ടാനാണ് അവരുദ്ദേശിക്കുന്നത്. NCERTയും CBSE ഒക്കെ പൂട്ടാനാണ് അവരുദ്ദേശിക്കുന്നത്. അവരവിടെ നിന്ന് ഇങ്ങോട്ട് PDF അയക്കും. ഈ PM ശ്രീ ഒപ്പിട്ടതോടുകൂടി ആ PDF SCERT പ്രിന്റ് ചെയ്ത് കൊടുക്കണം. ഒരു ഫോട്ടോസ്റ്റാറ്റ് ഏജൻസിയായി നമ്മൾ മാറും, SCERT മാറും. സ്റ്റേറ്റ് കൗൺസിൽ അങ്ങനെ മാറുന്നതോടുകൂടി അവർ കൊടുക്കുന്ന സിലബസ് എന്താണോ അതാണ് പഠിപ്പിക്കുക. അത് VD സതീശൻ പറഞ്ഞല്ലോ, പാഠ്യപരിഷ്കരണം ഉണ്ടാവണം. പാഠ്യപരിഷ്കരണം ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുന്നത് ആ സിലബസ് വളരെ രഹസ്യമായി കൊണ്ട് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവർ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നമ്മുടെ SIRുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിഷയങ്ങളിൽ അത് പിണറായി വിജയൻ നടപ്പിലാക്കുന്ന, SIR നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ച ലീഗുകാരുണ്ട്. അതേ ഇലക്ഷൻ കമ്മീഷണറെ പിടിച്ച് രത്തൻ യു ഗേൽക്കർ എന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കേരളത്തിലെ അദ്ദേഹത്തെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുമാക്കി. ഈ പറഞ്ഞ മറുനാടൻ മലയാളി എന്ന അശ്ലീല മാധ്യമപ്രവർത്തന സ്ഥാപനമൊന്നും പറയില്ല, അശ്ലീല ചാനലിലെ ഒരു പ്രവർത്തകനായിരുന്ന റോയ് മാത്യു എന്ന സംഘപരിവാറുകാരൻ, അയാൾ കോൺഗ്രസ് ഒന്നുമല്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, സംഘപരിവാർ ചായ്വുള്ളതാണ്. UPയിലൊക്കെ മോഡലാക്കി കൊണ്ടുവരുന്ന യോഗി ആദിത്യനാഥ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് നിയമം, ആ നിയമം ഇവിടെ നടപ്പിലാക്കണമെന്നും ഇതിനെതിരെ ശക്തമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള റോയ് മാത്യുവിനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത്. അവരുടെ മൊത്തം നിയമനങ്ങൾ നോക്കിയാൽ മതി. അറ്റോർണി ജനറൽ സംഘപരിവാറുകാരനാണ്, അത് ഗവർണറുടെ അഡ്വൈസറായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക സംഘപരിവാറുകാർ പതുക്കെ നിറയുകയാണ്. സംഘപരിവാറുകാർ കോൺഗ്രസിന്റെ വിവിധ നിയമനങ്ങളിൽ കടന്നു വരികയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും നിശബ്ദമായി ഇരിക്കുകയാണ് ലീഗ് ഉൾപ്പെടെ. ലീഗിനെന്താ കാര്യം? അധികാരം കിട്ടി, ഇനിയൊന്നും പറയാനില്ല. മീഡിയ വണ്ണിനൊന്നും പറയാനില്ല. മീഡിയ വണ്ണ് അതിന്റെ അപ്പക്കഷ്ണം രുചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടുമുറിയിൽ ഇനി അവർ എങ്ങനെയെങ്കിലും കേരളത്തിന്റെ ഇടതുപക്ഷത്തിനെതിരെ കുറച്ച് നറേറ്റീവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.